പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് പിന്നാലെ നട്ടല്ലൊടിഞ്ഞ് സ്വകാര്യ ബസ് മേഖല. ചാലക്കുടി വാൽപ്പാറ റൂട്ടിലെ സർവീസ് അവസാനിപ്പിക്കുകയാണ് തൃശൂരിലെ സ്വകാര്യ ബസ് ഉടമകൾ. 65 വർഷമായി നടത്തിവരുന്ന സർവീസാണ് സ്വകാര്യ ബസ്സുകൾ അവസാനിപ്പിക്കുന്നത്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ പകുതിയിലേറെയും കാടാണ്. സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാനനപാത കൂടിയായിരുന്നു ഇത്. സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളുമായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാർ. നിരവധി വിനോദസഞ്ചാരികളും കാനനപാതയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് തുടക്കമായതോടെ ബസ് ജീവനക്കാർ നേരിട്ടത് സമാനതകളില്ലാത്ത സാമ്പത്തിക തകർച്ചയാണ്. പ്രതിദിനം 4500 രൂപയുടെ വരെ നഷ്ടം താങ്ങേണ്ടി വന്നതോടെയാണ് സർവീസ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തില്ല. ഇത് അതിരപ്പള്ളി കഴിഞ്ഞ പിന്നെ വനത്തിക്കോടം മാത്രം, കാട്ടിക്കോടം മാത്രം പോണ വണ്ടിയാണ്. പിന്നെ പത്തടിപ്പാലം മലക്കപ്പാറ ചെന്നാലാണ് 4 ആൾ കയറുള്ളൂ. പക്ഷെ ഇവിടെ നിന്നുള്ള യാത്രക്കാർ മാത്രമേ ഞങ്ങളുടെ ആശ്രയം. അവരൊക്കെ ഇപ്പൊ ട്രാൻസ്പോർട്ടിൽ പോകണ കാരണം നമുക്കൊരു നിവൃത്തിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിൽ ഈ 2 വണ്ടിനെ ഞങ്ങളുടെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നാളെ ലാസ്റ്റ് സർവീസായിട്ട് ഇവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ അവസാനിക്കും. ABT ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964 ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലാതിരുന്നിട്ടും പിന്നീടെത്തിയ പലരും ജനങ്ങൾക്ക് വേണ്ടി സർവീസ് തുടർന്നു. ഏറ്റവും ഒടുവിൽ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തിയിരുന്നത് ചീനിക്കാസ് എന്ന ബസ്സായിരുന്നു. കാട്ടുപാതകളിലൂടെ പാലും പഴവും പച്ചക്കറികളും പത്രവും എല്ലാം പ്രതിഫലം ഈടാക്കാതെ ജനങ്ങൾക്ക് ഇതുവഴിയുള്ള സർവീസിലൂടെ എത്തിച്ചു നൽകിയിരുന്നു. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറിക്കെട്ടുകളും എല്ലാം എത്തിച്ചിരുന്നു. ഈ സർവീസാണ് എന്നേക്കുമായി നിർത്തുന്നത്. ജനം, തൃശൂർ.